എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ വിഷുഫലം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വർഷക്കാലത്തെ ഈ ഒരു വർഷത്തെ വിഷുഫലം എങ്ങനെയാണ് രോഹിണി നക്ഷത്രക്കാർക്ക് എന്ന് നമുക്ക് നോക്കാം. Strength card, World, Two of Cups, Five of Pentacles, Queen of Wands, High Priestess energy. ആദ്യം തന്നെ സ്ട്രെങ്ത് കാർഡ് ആൻഡ് ക്യൂൻ ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ കുറച്ചുകൂടി സ്റ്റേബിൾ ആവുന്നു, അതായത് ജീവിതത്തിൽ ഒരു സ്ഥിരത ഇല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ സ്ഥിരത ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ഫീൽ ചെയ്യുന്നവരെ സംബന്ധിച്ച് ജീവിതത്തിനൊരു സ്ഥിരതയും ഒരു അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ വ്യക്തതയോട് കൂടിയിട്ട് നോക്കി കാണുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അതായത് നിങ്ങൾക്ക് കോൺഫിഡൻസ്, ആത്മവിശ്വാസം കുറവുള്ള ആളുകൾ, ഒരു ഷെയ്ക്കി ആയിട്ടുള്ള കോൺഫിഡൻസ് ഉള്ള ആളുകളും നിങ്ങൾ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന, നിങ്ങളുടെ മനസ്സിൽ പല അനാവശ്യമായിട്ടുള്ള ഭയം, അകാരണമായിട്ടുള്ള ഭയം കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസക്കുറവ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ജീവിതത്തിന് സ്ഥിരത ഉണ്ടാവാൻ നിങ്ങളെ സഹായിക്കാത്ത പല കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി അവിടെ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് ആലോചിച്ച് അതിന് വേണ്ടുന്ന സ്റ്റെപ്സ് എടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങളെ സംബന്ധിച്ച്. പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ ബൗണ്ടറീസ് കീപ്പ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നത്, അതായത് പൊതുവേ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയേണ്ടുന്ന കാര്യങ്ങൾ പറയേണ്ട പോലെ പറയേണ്ടിടത്ത് പറയുക എന്നുള്ളത്. അപ്പം നമ്മളെല്ലാ കാര്യങ്ങളും എന്ന് ചില ആളുകൾ പറയും ഞാൻ തുറന്ന പുസ്തകമാണെന്ന് പറയുന്നത് എന്തോ ഒരു വലിയ കാര്യമാണെന്നത് ചില ആളുകൾ കരുതുന്നുണ്ട്. എല്ലാം തുറന്നു പറയുന്ന ഒരു വ്യക്തി എന്നുള്ളത്. എല്ലാവരോടും തുറന്നു പറയേണ്ട കാര്യമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളോട് തന്നെ ചേർത്ത് വെക്കേണ്ട കാര്യങ്ങളുണ്ട്, അതെല്ലാവരോടും തുറന്നു പറയേണ്ടതില്ല. അപ്പോൾ നിങ്ങളൊരു പേഴ്സണൽ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡും വൈഫും തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അമ്മയുടെ അടുത്തോ അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്തോ അത്രയും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അമ്മയോട് പറയേണ്ടുന്ന ചില കാര്യങ്ങൾ അമ്മയോട് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അച്ഛനോട്, അല്ലെങ്കിൽ മക്കളോട്, അല്ലെങ്കിൽ ചില സുഹൃത്തുക്കളോടാവാം. അപ്പം ഏത് റിലേഷൻഷിപ്പിലും നിങ്ങൾ ഏത് വ്യക്തിയോട് എന്തൊക്കെ കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നു, ഏത് രീതിയിൽ ആ വ്യക്തിയോട് പെരുമാറണം എന്ന് ആഗ്രഹിക്കുന്നു, എവിടെ ബൗണ്ടറി വെക്കണം എന്ന് ആഗ്രഹിക്കുന്നു, അവിടെ ആ ഒരു അതിർവരമ്പ് തീർക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് വ്യക്തമായിട്ട് പറയണം. പിന്നെ പേഴ്സണൽ ലൈഫ്, പ്രത്യേകിച്ച് വിവാഹിതരായിട്ടുള്ളവരാണെങ്കിൽ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ വെരി പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ഹസ്ബൻഡ് വൈഫ് മാത്രം അറിഞ്ഞിരിക്കണം. അത് പാരൻസ് ആണെങ്കിലും കുട്ടികളായാലും അതങ്ങനെയല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ചില ആളുകൾ കാരണം എന്തും എല്ലാവരോടും തുറന്നു പറയുന്ന ഒരു രീതിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ വിവാഹ ജീവിതം സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ടേക്ക് പോവുക. അല്ലാത്ത പക്ഷം ഇപ്പോൾ സ്മൂത്തായിട്ടാണ് പോകുന്നതെങ്കിലും ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ, ചില പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളോ ഭാവിയിലേക്ക് പല പ്രശ്നങ്ങളിലേക്കും കൊണ്ടെത്തിക്കാം. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പലരും നിങ്ങളെ അനാവശ്യമായിട്ട് മുതലെടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ വേൾഡ് കാർഡ് ആൻഡ് 5 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ആ ഒരു മുതലെടുക്കാൻ നിങ്ങൾ നിന്നു കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളതിന് വേണ്ടി ഇനി നിങ്ങൾ സ്വയം മുതലെടുക്കാൻ നിന്നു കൊടുക്കുന്നില്ല എന്നത് മനസ്സിലാക്കുക. നിങ്ങൾ കുറച്ച് വളരെ ക്ഷമയോട് കൂടിയിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുക. മുന്നിൽ വരുന്ന ചലഞ്ചസിനെയൊക്കെ അതിജീവിക്കുക. കോംപ്രമൈസ് എന്ന് നമ്മൾ പറയും, കോംപ്രമൈസ് ചെയ്യണമെന്ന്. പക്ഷേ എല്ലായിടത്തും ഏതിനും കോംപ്രമൈസ് ചെയ്താൽ നിങ്ങൾക്കൊരു വിലയുണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. സോ ഒരു പാനിക്, ഒരു ഓൺഗോയിങ് ചാലഞ്ച് നിങ്ങളുടെ ലൈഫിലുള്ളത്, അത് കോംപ്രമൈസ് ചെയ്ത് തീർത്തേക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ആത്മാഭിമാനം അടിയറവ് വെച്ചിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ അതിന് നിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. അതേപോലെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി അടുത്തിടയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളത് നിങ്ങളുടെ ജോബ് നഷ്ടമാകുന്ന ഒരു ലെവലിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ജോലി സാഹചര്യങ്ങൾ കൊണ്ടിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ബന്ധങ്ങളുടെ, അതായത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഉണ്ട്. ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് ദൂരസ്ഥലത്ത് മാറി നിൽക്കേണ്ടി വരുന്ന ഒരു വ്യക്തി, അപ്പോൾ അതൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ, നിങ്ങളുടെ ജോലിയോ റിലേഷൻഷിപ്പോ നിങ്ങൾ റിസ്ക് ചെയ്യുകയാണോ എന്നുള്ളത്,
അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വ്യക്തമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നല്ലൊരു രീതിയിൽ സംവദിക്കുന്നതിലൂടെ സംസാരിച്ച് ഉറപ്പുവരുത്തുന്നതിലൂടെ നിങ്ങൾ വ്യക്തമായിട്ട് ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ ജോലിക്കാണെങ്കിലും ജോലി കൂടാതെ മറ്റു കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനൊക്കെ വേണ്ടുന്ന സമയം കൊടുക്കുകയും വ്യക്തമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുള്ളതല്ല. കമ്മ്യൂണിക്കേഷൻ ഒത്തിരി സംസാരിക്കുന്നതിൽ കാര്യമില്ല. സംസാരിക്കുന്നത് വളരെ വ്യക്തതയോട് കൂടിയിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി പറയുന്നത് കേൾക്കാനും തിരിച്ച് അതിനെ മനസ്സിലാക്കി സംസാരിക്കാനും ഒക്കെ ഉള്ളൊരു കഴിവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ റിലേഷൻഷിപ്പിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. കാരണം ഇവിടെ ഒരു എൻഡിങ് ഫേസ് ആയതുകൊണ്ട് വലിയ ചില പ്രതിസന്ധികൾ എൻഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് സംബന്ധമായിട്ടുള്ളതും ആവാം. സെൽഫ് ഡൗട്ട് ഒഴിവാക്കുക. കാരണം ഈ ആത്മവിശ്വാസക്കുറവും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു, അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എൻഡിങ് ഫേസ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തീർക്കുന്നതാവാം. അതല്ല എങ്കിൽ നിങ്ങൾ മറ്റു രീതിയിലാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്കിൽ നിങ്ങളുടെ ആ ഒരു ജോലിയോ അല്ലെങ്കിൽ കുടുംബജീവിതം ആ പേഴ്സണൽ ലൈഫ് എൻഡ് ചെയ്യുന്നതും ആവാം ഇത് സൂചിപ്പിക്കുന്നു. ഒരു ഫിനാൻഷ്യൽ ചേഞ്ച് വരുന്നുണ്ട് ലൈഫിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമാണ്, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. സപ്പോർട്ട് ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ടാണെങ്കിലും റിലേഷൻഷിപ്പ് സംബന്ധിച്ച് എന്തെങ്കിലും അഡ്വൈസോ കാര്യങ്ങളൊക്കെ ഉള്ള സപ്പോർട്ടാണെങ്കിലും രണ്ട് കാര്യത്തിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ടില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളുടെ ഉള്ളിൽ. അങ്ങനെയല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ആർ ലുക്കിംഗ് ഇൻ ദ റോങ് പ്ലേസ്. അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ദിശയിലല്ല നിങ്ങൾ നോക്കുന്നത്, ശരിയായിട്ടുള്ള ആളോടല്ല നിങ്ങൾ സഹായം ചോദിക്കുന്നത്. നിങ്ങൾക്ക് സഹായം നൽകാൻ വേറൊരു വ്യക്തി ഉണ്ട്, പക്ഷേ അയാളോട് ചോദിച്ചാലും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും, പക്ഷേ അയാളായിട്ട് അത്ര കണക്ഷൻ അല്ലെങ്കിൽ അത് സമ്മതിക്കില്ല എന്നൊരു ചിന്തയായിരിക്കാം. ചോദിക്കാനുള്ളത് ചോദിക്കുക, ചോദിച്ചില്ല എന്നുള്ളൊരു റിഗ്രറ്റ് പിന്നെ ഇവിടെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് യൂഷ്വലായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ അതുപോലുള്ള ഗ്രൂപ്പിൽ നിന്നായിരിക്കില്ല ഇത്തവണ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നത്. അത് ഒരുപക്ഷെ അവരുടെ കുറ്റമായിരിക്കണമെന്നില്ല, കാരണം സിറ്റുവേഷൻസ് അങ്ങനെയാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഹൈ പ്രീസ്റ്റേഴ്സ് എനർജി ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ വേൾഡ് കാർഡ് എനർജിയാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് സ്പിരിച്വലി നിങ്ങൾ വളരെയധികം ഉയർന്ന തലത്തിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ്. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ ആത്മീയ തലം തിരിച്ചറിയുന്നു. ചില ആളുകൾ സ്പിരിച്വൽ അവേക്കണിങ്, അതായത് ആത്മീയമായിട്ടുള്ള ബോധോദയം, ഉണർവ് ഇതൊക്കെ നിങ്ങളിൽ ഉണ്ടാകുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ മനസ്സിലാക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ളവർ, വീട്ടമ്മമാർ ഒത്തിരി സമയം ഒറ്റയ്ക്ക് ചിലവഴിക്കുമ്പോൾ നിങ്ങൾ കൂടുതലും നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ചൊരു ഇന്നർ പീസ്, അതായത് ഒരു മനസ്സമാധാനത്തിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഒരു സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ലൈഫിൽ നിങ്ങളുടെ സ്പിരിച്വൽ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതും കാണിക്കുന്നുണ്ട്. അതേപോലെ ചില ആളുകൾക്ക് ഒരു ഗുരു, നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ഗുരു ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് നയിക്കണം എന്നുള്ളതിന് നിങ്ങൾക്ക് എന്നും വഴികാട്ടിയായിട്ട് ഒരു നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ലൈഫിൽ നിങ്ങൾ ഒത്തിരി യാത്ര ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചൊരു വ്യക്തിയായിരിക്കാം. അതിനുള്ളൊക്കെ ഒരു അവസരമാണ് നിങ്ങൾക്കിപ്പോൾ ഫൈനലി കിട്ടുന്നത്. യാത്രകൾ, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള യാത്രകൾ സഫലമാകുന്ന സമയമാണ്. സക്സസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. സെലിബ്രേഷൻസ് കാണിക്കുന്നുണ്ട്. ജോലി സംബന്ധമായിട്ടുള്ള മാറ്റങ്ങൾ. ഇവിടെ ജോലി സംബന്ധമായിട്ടുള്ള സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഈ ഒരു സമയത്തിൻ്റെ തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് കോൺഫിഡൻസ് ഒക്കെ ലൂസ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ തന്നെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്താൽ നിങ്ങൾക്ക് ഓൾറെഡി ലൈഫിൽ ചേഞ്ച് വരാം, അതായത് ജോലിയിൽ ചേഞ്ച് വരാം. അല്ലെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സമയമൊക്കെ എടുത്തിട്ടായിരിക്കും, പക്ഷേ വർഷം മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചൊരു സക്സസ്സും അച്ചീവ്മെൻറ്റും ഒക്കെ ജോലിയിലും മറ്റും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. വീടിൻ്റെ കാര്യം ഫൈനലൈസ് ചെയ്യുന്നുണ്ട്. സ്വന്തമായിട്ടൊരു വീടെന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നവരെ സംബന്ധിച്ച് പുതിയ മേജർ പ്രൊജക്ട്സ് ലഭിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു രാജ്യം, ഇതുപോലെ നിങ്ങൾ യാത്ര ചെയ്യുന്നവരാണെങ്കിലും ആ ഒരു അധികം സഞ്ചരിക്കാത്ത ഒരു രാജ്യത്തേക്കായിരിക്കും, ഒരു ഡിഫറെൻറ്റ് കോണ്ടിനെൻ്റ് ആയിരിക്കും. അപ്പോൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്കുള്ളൊരു സഞ്ചാരം കാണിക്കുന്നുണ്ട്. അവിടെ നിങ്ങളധികം കേട്ടിട്ടില്ലാത്ത ഏതെങ്കിലും രാജ്യങ്ങൾ, ഇപ്പോൾ ബുറുണ്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു രാജ്യം നിങ്ങളധികം കേട്ടിട്ട് പോലും ഇല്ലാത്തതോ അല്ലെങ്കിൽ നിങ്ങൾക്കധികം എങ്ങനെയാണെന്ന് പോലും അറിയാത്തയിടത്തേക്കൊക്കെ സാധ്യതകൾ വരുന്നുണ്ട്. പക്ഷേ ഒരു വലിയ പ്രോജക്റ്റ്, വലിയൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനത്തേക്ക് ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ 2 ഓഫ് കപ്സ് ആൻഡ് ക്യൂൻ ഓഫ് വൺസ് എനർജിയാണ്. ഈ വർഷം നിങ്ങളുടെ ഫാമിലി ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. ഈ ആദ്യം പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയും മുന്നോട്ടേക്ക് പോവുകയും ചെയ്താൽ ഈ ഒരു വർഷം മുന്നോട്ടേക്ക് പോകുമ്പോൾ ഫാമിലി ലൈഫ് വളരെ ബെറ്ററാക്കി മാറ്റാൻ നിങ്ങൾക്ക് പറ്റും. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അപ്പോൾ ഫാമിലി ലൈഫ് ബെറ്റർ. അപ്പോൾ വെഡിങ് ആനിവേഴ്സറി,
നിങ്ങൾ ഒരിക്കൽ കൂടി വിവാഹം കഴിഞ്ഞവർ 10-15 വർഷം കഴിഞ്ഞവർ അല്ലെങ്കിൽ 20 വർഷം 25 വർഷമൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ ഒന്നും കൂടി നിങ്ങൾ വിവാഹം കഴിക്കുന്നതാവാം. വളരെ പുതിയൊരു ഫുൾ ഓഫ് എനർജിയൊക്കെ ജീവിതത്തിൽ കാണുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സാധ്യതകളുള്ളതാണ്. എൻട്രൻസ് എക്സാംസ്, കോമ്പറ്റീഷൻസ് ഒക്കെ സാധ്യതകൾ, ഇൻറ്റേൺഷിപ്പ്, വിദേശത്ത് പോയിട്ട് ചെയ്യാൻ, വിദേശത്ത് പഠിക്കാൻ ഒക്കെ ഉള്ളൊരു സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.